ആകാശ ബോഡി കുളിപ്പിക്കാൻ എടുത്താണ് ഒന്നോടൊക്കെ നിൽക്കാൻ സാർ. നമ്മുടെ ലിബിൻ ഇങ്ങനെ ചെയ്യുന്നല്ലോ. എന്താ അയ്യോ മീനാണ് പൂച്ച ഉണ്ടായിട്ടോ. ഇനി ഉച്ചക്ക് മീൻ ചോദിച്ചോ അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അല്ല ആക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അതൊക്കെ ചെയ്യാൻ പറ്റില്ല. 4-5 മീനുണ്ട് അതുപോലെ പൂച്ചയ്ക്ക് കൊണ്ടുപോകും. ഉച്ചത്തേക്ക് എന്താ ഈ അപ്പനെ വിളിക്കട്ടോ. അമ്മ വിളിക്കുന്നുണ്ട്. ചായ എടുത്ത് നോക്കി എന്നിട്ടാണെങ്കിൽ പാത്രം കഴുകാൻ. ഇന്നും ഫുഡാ? അല്ല എനിക്ക് ഞാൻ രാവിലത്തെ ബിരിയാണി ഉണ്ടായി തരാം. ഞാൻ ഫോണിന് മുഖം നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. അല്ല മോനെ പിട്ടിന് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആ പായ എടുക്കണ്ടേ? അമ്മ ഇനി കച്ചറ ഉണ്ടാക്കും. ഓളെടുത്ത സാധനം ഈ ആ കറിയും കൂടി കഴിക്കി. നല്ലൊരു കറി ഉണ്ടാക്കിയിട്ട് ആർക്കും വേണ്ട. ഒരു പഴം കണ്ട പൈന് വേണ്ടി അടി. നിങ്ങൾക്കെല്ലാം എന്നും വെച്ച് തന്നിട്ടാ അത് ഇല്ലാണ്ടാവും പഠിച്ചോളൂ. അല്ല എനിക്കിപ്പത്തെ അടുക്കന്റെ വില ഒന്നും അറിയില്ലേ? എന്തോരം അടുക്കാനാണ് വീണെടുക്കണത്? ഞാൻ അമ്മോനോട് പറഞ്ഞ പെറുക്കിയൊക്കെ ഓള് പെറുക്കി വെക്കണ്ടേ? അമ്മോ അതിന് ഓർക്കൂടെ നേരം എപ്പോഴും കുന്താണത്ത് തോണ്ടിക്കൊണ്ടിരിക്കലല്ലേ. എന്നാ ബുക്ക് എടുത്ത് 2 അക്ഷരം വായിക്കാം. അതും അല്ല കുട്ടി, എനിക്ക് വെറുതെ വെക്കുമ്പോ അടുക്കൊക്കെ ഒന്ന് പെറുക്കി വെക്കരുത്. എന്ത് പറഞ്ഞാലും അതൊക്കെ പോട്ടെ. എൻ്റെ മോൻ ഏതോ വലിയ കോളേജിൽ സീറ്റ് കിട്ടിയെന്ന് വാട്സപ്പ് കണ്ടു. മോനൊരു പുതിയായിട്ടാണ് ഞാൻ വന്നത്. ഇതിനെ പറ്റി വല്ലാതെ ആലോചിക്കൊന്നും വേണ്ട. പോയി അടുക്കവർക്ക് അപ്പൊ ഇവിടെ ഇവിടെ നിക്ക. ഇങ്ങോട്ട് വാ. എന്താ അതൊന്നുമില്ല.
എനിക്കേതോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് കേട്ട് വന്നതാ. അത് എങ്ങനെ എന്താന്നുള്ളതൊക്കെ ഒന്ന് തെളിച്ചിങ്ങോട്ട് പറ. അത് കോഴിക്കോട് ഒരു കോളേജിൽ ബയോമെഡിക്കലിനാണ് സീറ്റ് കിട്ടി. മെഡിക്കലോ? അതേതായാലും നന്നായി. കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അന്തസ്സ് വേറെ തന്നെ. ഡോക്ടറോ? ആര്? അപ്പം ഈ അല്ലടോ പറഞ്ഞത് മെഡിക്കലിന് അഡ്മിഷൻ കിട്ടിയെന്ന്? അത് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്. അല്ലമ്മേ, മാമൻ എത്ര വരെ പഠിച്ചു? 3ാം ക്ലാസ് വരെ. എടി, ഈ നാട്ടിൽ കൊട്ടത്തേങ്ങ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതലുള്ള ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞവരാ. അപ്പോഴാണ് ഞാൻ എൻ്റെ വക വേറൊരു കൊട്ടത്തേങ്ങ കൂടെ. മാമൻ്റെ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ഇതൊക്കെ പുതിയ കോഴ്സാ, നല്ല സ്കോപ്പാ. ഓരോരോ കോഴ്സും കിട്ടും മനുഷ്യനെ വഷളാക്കാൻ. ഞാൻ അറിഞ്ഞാം എഞ്ചിനീയറിങ് ഒന്ന് ഡോക്ടറായ പോലെ. ഡോക്ടർ എന്താ പ്രശ്നം? എന്തേ എല്ലാം എടുത്തിട്ടില്ലേ? ഒന്നും മറന്നില്ലല്ലോ. അടുത്ത വിളിക്കണം കേട്ടോ. മറക്കല്ലേ? ആമാ ഓടമ്മ ഓടേ. എടാ റാശി, ഇവിടെയാണോ? ആടാ ഞാനും ഇവിടെ. ഈ ഏതാ ബ്രാഞ്ച്? ഞാൻ ബയോമെഡിക്കൽ. ഞാനും ബയോമെഡിക്കലാ. പോടാ. ആടാ ഹോസ്റ്റലിലാ? ആ ഞാൻ ഹോസ്റ്റലാ. വേഗം നിർത്താൻ. എത്ര ആയടാ കണ്ടിട്ട്? ആടാ കുറെ പറയാണ്ട്. മുംബൈ എവിടെയും ഒന്നുമേയുള്ള സ്കൂളിൽ കിട്ടി. നാടൻ നടന്ന മാച്ചിട്ട് ഉൾപ്പാടല്ല. എന്താ പേര്? ലിവിൻ. ഞാൻ അബി. വീട്? ഞാൻ മാവൂര്. മാവൂരോ? ഞാൻ പൂനൂര്. ഹോസ്റ്റലാ? അല്ല, താഴെ റൂം എടുത്തതാ. Resistance is a measure of the opposition to current flow in an electrical circuit. Resistance is measured in ohms. Resistance is measured in ohms. Symbolized by the Greek letter omega. എടാ, ഈ കോളേജ് ലൈഫ് വിചാരിച്ച അത്ര രസം നമ്മളെ. എടാ അത് ഈ സ്ഥലവും ചുറ്റോടൊക്കെ മാറിയിട്ടാ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് ശരിയായിക്കോളും. തീരാനാകും ഒരു സങ്കട. അത് റെഡിയാവും. ആയാ മതി. ഇല്ലമ്മ, കേൾക്കണം. ആ കേൾക്കാം. എടാ ജിബിനെ വാടാ, ഫുഡ് കഴിക്കാം. അമ്മ ഫുഡ് കഴിക്കാനായി. ഞാൻ എന്നാ വിളിക്കാം. വാടാ വാടാ പോവാ. നമ്മൾ കഴിക്കാം. ഷാരോ 16, അദ്വൈ 21, റോഹൻ 20, നിഹാൽ 15,
ലിബിൻ 40. ആ നല്ല വർക്കാണല്ലോ. കൊള്ളാലോടാ. അടുത്ത ചെയ്യല്ലേ? 18. പേപ്പറിലൊന്നും ഒന്നും ഉണ്ടാവില്ല. റാഷി ആ അത് കാണാം. ഓ ശരി. 28. ഷിജിൽ മാർക്കാണല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഇതിലൊന്നും ഒന്നുമില്ലാതെ. എടാ ഇതിന് മാർക്ക് കിട്ടിയില്ല. എടാ എനിക്കൊക്കെ ഒന്ന് കാണിച്ചെന്നു. ആ ഇനി അത് വേണം. അത് കാണിച്ചത് എന്നാലേ അതൊക്കെ കഴിച്ചിട്ട് ബസ്സിലേക്ക് വരാം. എത്ര കാലായിട്ടാണ് ടേസ്റ്റ് ഫുഡ് കഴിച്ചിട്ട്. ഇന്നത്തെ അലമ്പ് ഫുഡ് ഇനി എത്ര കൊല്ലം ഇത് കഴിക്കണം? ഇന്നത്തെ കാലമൊക്കെ വീട്ടിൽ ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കണം. സത്യം. നാളല്ലേ അസൈൻമെന്റ് കിട്ടി? നാളെ മിനിയല്ല ഒന്ന് വെച്ച്. അത് ഫസ്റ്റ് സെമസ്റ്റർ, ഇത് സെക്കൻഡ്. ഇതന്നെ ഒരു പണിയേക്ക് മര്യാദക്ക് ലൈൻ അടിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. സ്ട്രെസ്. ബുഷിറ മേരി അവളെ പിന്നെ കണ്ടില്ല. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മെസ്സേജ് ഫോൺ കോളൊക്കെ ഉണ്ട്. പിന്നെ അതും ഇല്ലാണ്ട് അബിയല്ലേ ബർത്ത്ഡേ അല്ലേ? ആ ബർത്ത്ഡേ ബോയ്, ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ ഇവിടെ ആയിരുന്നു? അല്ല ഇത് നൈറ്റ് പാർട്ടി ഉണ്ട്, ഉണ്ടാവില്ലേ? ഞങ്ങളില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. അബേ ആ എന്തായാലും പറഞ്ഞേ, റൂം അറിയാലോ. എടാ ലിബിന് പ്രാവശ്യോ? വാ വാ കേറി വാ. ചെറുതായിരുന്നു കൂടി. നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ആ വാ, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എടാ വാടാ, പ്രണവേ ഗോകുലെ എല്ലാരും വാടാ. Happy birthday to you. Happy birthday dear Abi. Happy birthday to you. എനിക്ക് വേണ്ട, ഞാൻ ഇതൊന്നും കുടിക്കാറില്ല. അളിയൊന്നും പ്രശ്നല്ല, ഇന്നൊരു ദിവസല്ലേ. അവനിപ്പോൾ അമുൽബിയ, നീ അടിക്കളിയാ. നീ എന്ത് വേണേ പറഞ്ഞോ, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഒരു പെഗല്ലേ, ധൈര്യം അടിച്ചു. ലിബിനെ, നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. വീട്ടിൽ തരണ വലിയ പ്രശ്നമാവും. ഞാൻ പോവാ, നീ വരുന്നുണ്ടേ വാ. അവൻ പോണേ പോട്ടെ പോട്ടെ, നീ കഴിക്കടാ. ലിബിനെ എന്നെ എവിടെയൊക്കെ നോക്കി, വാ കേറ്. ഇല്ലടാ, ബസ്സിലൂടെ തന്നെ ക്ലാസ് ടെസ്റ്റ്. ഞാൻ അല്ലേ നേരം വരും. ക്ലാസ് ടെസ്റ്റ് ഒക്കെ അറിയില്ല. നീ വാ കേറ്, എല്ലാവരും ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് പ്രശ്നമാണ്. എന്താ പ്രശ്നം? ഞാൻ കയറിയിട്ട് തന്നെ കാലത്തായി.
ആ മച്ചാ ആ ഇതാര് വാ കേറി വാ. വാട ഇരിക്കി. ഒന്നടിക്കടാ. എന്നാ വലിച്ചോ. എന്നാ വലിച്ചോ. നിക്ക് ഈ ഇവിടെ ഉണ്ട്. ആ ആ സ്റ്റീഫച്ചായോ? ഇതാരാണ്ടാ പുതിയൊരാള്? അബീനെ ഇവിടെ പഠിക്കുന്നവനാ. ആരായാലും കൊള്ളാം. നീ എന്തിനാ ഇവന്മാരെയൊക്കെ വിളിച്ച് ഇങ്ങോട്ട് വരുന്നേ? എന്നാ സൂക്ഷിച്ചും കണ്ടൊക്കെ പോട്. കണ്ടോണേഷൻ അടയ്ക്കുന്നൊന്നും കുഴപ്പമില്ലേന്. കുറേ ക്ലാസ് മിസ്സായി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലേ ഞാനും പൈസ അടയ്ക്കേണ്ടി വന്നേ. എനിക്ക് മെഡിക്കലെങ്കിലും ഉണ്ട്. എനിക്കോ? ഞാനും അത് ആലോചിക്കണേ. ഫസ്റ്റ് നമുക്ക് ഒറ്റ ക്ലാസ് പോലും മിസ്സാക്കാത്ത ആളാ. എടാ ഒരു മിനിറ്റ്. ആടാ എന്താണ്ടാ ഒറ്റക്കൊക്കെ തുടങ്ങിയോ? വേഗം തോക്കുവെച്ചുള്ള പരിപാടി.
എന്തായാലും ഒന്നുമില്ല. ഞാനൊരുത്തരെ മാർക്ക് പറയാം. ഹിഷാം 11 മാർക്കാണ് കിട്ടി. 2 കഴിഞ്ഞിട്ടാ. റാഷി 18 മാർക്ക്. മെച്ചുണ്ട്. ജാസ്മിന്റെ പേപ്പറിൽ പിന്നെ ഒന്നുമില്ല. ലിബിനെ ലിബിനെ ഇവിടെ വാ. നിനക്ക് എന്താടാ അവിടെ പണി? എന്താടാ നിന്റെ വായില്? ലിബിനെ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഈ പോക്ക് ശരിയല്ല. എന്ത് നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണെന്നറിയോ? നീ എന്താ നോക്കി പഠിപ്പിക്കുന്നോ? എന്നാ നിന്റെ പേപ്പർ പുറത്തു പോയി നിൽക്ക്. എന്തൊരു കഷ്ടം. എന്തൊക്കെ സാധനങ്ങളാ ചെക്കനാണെങ്കിൽ കൊടുക്കാം. പുറത്തു പോയി പഠിക്കുന്നതിന്റെ ശീലമാവുന്നു. ലിബിനെ എന്താണത്? എന്നോട് എന്താണ്? ഇതെന്താ കാണിച്ച ലിബിനെ? എന്താടാ അത്? ഈ നക്കാപ്പിച്ചൊന്നും ഇവിടുന്ന് സാധനം കിട്ടില്ലാന്ന് അറിയില്ല. എനിക്ക് ഇച്ചായ വീട്ടിലാകെ പ്രശ്നമാണ്. ഇപ്പൊ ഇതും കൂടി ഇല്ലേക്ക് കഴിയൂല. എന്റെ പൈസ ഉള്ളപ്പോ ഞാൻ ഫീസ് വരെ മറിച്ചു തന്നെ. എന്റെ അവസ്ഥ മനസ്സിലായി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാധനം വേണം, പൈസ വേണം. എവിടുന്നാലും എന്തെങ്കിലും ചെയ്തിട്ട് പൈസ ആയിട്ട് വാ. മാവൂർക്ക് ഇങ്ങോട്ടല്ല. അവിടെ ഒരു ആൽമരം കണ്ടില്ലേ? ആ ആൽമരം ഓക്കെ, താങ്ക്സ് ചേട്ടാ. കയ്യുള്ള പൈസ ഒക്കെ എന്താ ചെയ്യാ? മറ്റേ പരിപാടി നടക്കൂല, അത് റിസ്ക്കാണ്. അതില്ല, അത് അങ്ങനെ ജസ്റ്റ് അയച്ചില്ലേ. അന്ന് നാട്ടുകാരെ കയ്യിലെങ്ങാനും കിട്ടിയേ. അതുകൂടി ഇനി എന്ത് ചെയ്യും? ഈ എൻ്റെ വീട്ടിലും ചോദിച്ചു നോക്കി. അനക്കെന്താ വട്ടുണ്ട്? അന്ന് നടന്നൊക്കെ ഞാൻ പറഞ്ഞാലേ. അതിന് ശേഷം എപ്പോഴങ്ങനെ വീട്ടിലൊന്നും പോയാലേ. അത് നോക്കണ്ട, എൻ്റെ ഫീസാന്ന് പറയാം. അല്ലാതെ വേറെ വഴി ഞാൻ കാണില്ല. അതിലേക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. എന്നാലും നോക്കി നോക്കി. അമ്മ അമ്മ കുറച്ച് കാശ് വേണല്ലോ. നിനക്ക് നാണുണ്ടോ ലിബിനെ? നീ അന്ന് ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെ? ഇല്ലാത്ത പൈസ കടം വാങ്ങിട്ട് എന്നെ പഠിപ്പിക്കാൻ വിട്ട്, എന്നിട്ടോ കുടിച്ച് നശിച്ചു വന്നിക്ക്. അതൊക്കെ അന്നത്തെ ഒരു അവസ്ഥയെ പറ്റിപ്പോയതാ. ഞാൻ അതൊക്കെ നിർത്തി. ഞാക്കൊന്ന് പുറത്തിറങ്ങി നടക്കണ്ട. എന്നെ പറ്റി നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നേ? അതിൽ കൊറേയൊക്കെ സത്യം ഉണ്ടെന്ന് എനിക്കറിയാം.
അമ്മ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ പെറ്റിപ്പോയതാ. ഞാൻ അതൊക്കെ നിർത്തി, സത്യം. ഇതിപ്പോ അത്യാവശ്യമായിട്ടാ. അനക്ക് ഒരൊറ്റ പൈസ ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അനുഭവിച്ചിടത്തോളം മതി. അങ്ങനെ പറയല്ല, ഈ പൈസ അടിച്ചാലേ പരിചയം പറ്റൂ. അതാ. അങ്ങനെ ആയാലും അനക്ക് തരാൻ കയ്യിൽ പൈസ ഇല്ലല്ലേ പിന്നെ. അമ്മ ഈ മാല സ്വർണ്ണം. ഞാൻ പറഞ്ഞല്ലോ തള്ളെ അറിയാൻ പറ്റിയത്. അയ്യോ അമ്മ, അമ്മ, അയ്യോ അമ്മ, അയ്യോ. അമ്മ, അമ്മ, അമ്മ. ലിബിനെ, നീ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. വീട്ടിൽ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഞാൻ പോവാ, നീ വരുന്നുണ്ടേ വാ. പോണേ പോട്ടെ പോട്ടെ, നീ കഴിക്കടാ. ധൈര്യമായിട്ട് അടിച്ചു.